എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ കമ്പാരിസൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൈതൺ ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതിനകത്ത് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. എന്തിനാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? രണ്ട് ഓപ്പറൻസ് ഉണ്ടായിരിക്കും. ഈ ഓപ്പറൻസിനകത്തുള്ള വാല്യൂസ് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ബൂളിയൻ വാല്യൂ പാസ് ചെയ്യും അക്കോർഡൻസിനനുസരിച്ച്. അതായത് ചിലപ്പോൾ ട്രൂ ആവാം, ചിലപ്പോൾ ഫാൾസ് ആവാം. അങ്ങനെയുള്ള ബൂളിയൻ വാല്യൂസാണ് ഇവർ റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് തരും. അവരെന്തെങ്കിലും ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ, അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ ലോജിക്കിനനുസരിച്ച് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ടൊരു ബൂളിയൻ വാല്യൂ കിട്ടും. ചിലപ്പോൾ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓരോ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നൊക്കെ. ഫസ്റ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. എന്തിനാണ് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് ടു ഓപ്പറൻസ് ഈക്വൽ ദെൻ ദ കണ്ടീഷൻ ബിക്കം ട്രൂ. രണ്ട് വാല്യൂസ് എടുക്കും, അതായത് രണ്ട് ഓപ്പറൻസ് എടുക്കും, അതിനകത്തുള്ള വാല്യൂസ് എടുക്കും, എന്നിട്ട് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഈക്വൽ ആണ് എങ്കിൽ ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അതല്ല ആ രണ്ട് വാല്യൂസും ഈക്വൽ അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അടുത്ത പോയിന്റ് നോട്ട് ഈക്വൽ ടു. ഇഫ് ദ വാല്യൂ ഓഫ് ടു ഓപ്പറൻസ് ഈസ് നോട്ട് ഈക്വൽ ദെൻ ദ കണ്ടീഷൻ ബിക്കം ട്രൂ. അപ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ്. അതായത് ആ ഓപ്പറേറ്ററിൻ്റെ ലോജിക്കിനനുസരിച്ചാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. അതായത് ഒന്ന് ഈക്വൽ ടു ആയതുകൊണ്ട് എപ്പോഴാണ് അത് ട്രൂ ആവുക? രണ്ട് ഓപ്പറൻസിൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിലാണ് അത് ട്രൂ ആവുക. നോട്ട് ഈക്വൽ ടുൻ്റെ കേസ് ആണെങ്കിൽ രണ്ട് ഓപ്പറൻസിൻ്റെയും വാല്യൂ നോട്ട് ഈക്വൽ ടു ആകുമ്പോഴേ അത് ട്രൂ ആവുള്ളൂ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ പലരും എക്സാമിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? അതായത് നമ്മുടെ ഫസ്റ്റ് ഓപ്പറൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ സെക്കൻഡ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂവിനേക്കാൾ ഒന്നെങ്കിൽ സ്മോളർ ആയിരിക്കണം, അല്ലെങ്കിലോ ഈക്വൽ ആയിരിക്കണം. അത് രണ്ടും പോസിബിളാണ്. അത് രണ്ടും പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ സ്മോളർ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. രണ്ടായാലും ട്രൂ ആണ് പാസ് ചെയ്ത് കൊടുക്കുക. ദ കണ്ടീഷൻ ഈസ് മാറ്റ് ഇഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ സ്മോളറും ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വലും ആയിരിക്കണം. ഏതെങ്കിലും ഒന്നെങ്കിലും മിനിമം മീറ്റ് ചെയ്യണം. അടുത്ത എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോജിക്ക് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്ററും ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ പാസ് ചെയ്യും. ദ കണ്ടീഷൻ ഈസ് മാറ്റ് ഇഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഈക്വൽ ഇല്ല, ഗ്രേറ്റർ മാത്രമേ ഉള്ളൂ. എന്താണ്? ഫസ്റ്റ് ഓപ്പറൻറ്റ്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് കാരണം അത് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലാണ് ഇത് ട്രൂ ആവുക. ഗ്രേറ്റർ ദാൻ ആണ് സിമ്പിളിൻ്റെ പേര്. ഇഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് ഓപ്പറൻറ്റ് ദെൻ ദ കണ്ടീഷൻ ബിക്കം ട്രൂ. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ കണ്ടീഷൻ എന്തായി? ട്രൂ ആയി, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതോ? ഇഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്താണോ അതിനകത്തുള്ള വാല്യൂ സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ചെറുതാണെങ്കിൽ ആ കണ്ടീഷൻ എന്താവും? ട്രൂ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഈക്വൽ ടു വരുന്നുണ്ട്, നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട്, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാൻ, പിന്നെ ലെസ് ദാൻ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകത നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാം ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഇപ്പോൾ ഈക്വൽ ടു ആണ് ട്രൂ എങ്കിൽ അതിനൊരു മീനിങ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂം സെക്കൻഡ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂം ഈക്വൽ ആണ് എങ്കിലാണ് അത് ട്രൂ ആവുക.
നോട്ട് ഈക്വലിറ്റിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂം സെക്കൻഡ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂം നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ട്രൂ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസിൽ വരുമ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ സ്മാളറും ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനത്തെ കേസിലാണ് അത് ട്രൂ ആവുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. പിന്നെ വരുന്നത് ഗ്രേറ്റർ ആണ്. ഗ്രേറ്ററിൻ്റെ കേസിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലാണ് കണ്ടീഷൻ ട്രൂ ആവുക. പിന്നെ അടുത്ത ലെസ് ദാൻ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ചെറുതാണെങ്കിലാണ് ആ കണ്ടീഷൻ ട്രൂ ആവുക. അപ്പോൾ ഇത്രയും ഓപ്പറൻസ് ആണ് നിങ്ങൾക്ക് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് കമ്പാരിസനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിനി അടുത്ത കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.